ഞാൻ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ അമ്മ ചില ചാലഞ്ച് വീഡിയോസ് പല ചാലഞ്ച് വീഡിയോസിൽ നീ അമ്മയൊക്കെ കാണും. അപ്പം ഇതാണ് എൻ്റെ അമ്മ. ഇൻട്രൊഡ്യൂസേഴ്സ് ഐ ആം ശ്രീല. ശ്രീല അഗജിയുടെ അമ്മ, അപ്പൂൻ്റെ ഫ്രണ്ട്, അമ്മൂൻ്റെ അമ്മ, അമ്മൂൻ്റെയും ഫ്രണ്ട്. അമ്മയാണെങ്കിലും അമ്മൂൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണെന്നാണ് എന്റെ ഉദ്ദേശം. അമ്മൂട്ടിയാണ് പറയേണ്ടത്. തീരുമാനിക്കുന്നതായിരിക്കും. ഇന്ന് ഇവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരും എനിക്ക് എത്രത്തോളം അറിയാം എന്നതാണ് ഇവരുടെ ഉദ്ദേശം. അതിനെപ്പറ്റി അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഫേവറേറ്റ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ക്വസ്റ്റ്യൻസ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ ആൻസർ ചെയ്യണം. അതനുസരിച്ചാണ് അവർ തീരുമാനിക്കുന്നത് ഞാൻ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് നമുക്ക് ഈ വീഡിയോയോട് കൂടി അറിയാം. അപ്പം ഞങ്ങൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം അപ്പൂൻ്റെയും അമ്മൂൻ്റെയും ഒക്കെ ചോദ്യം കേട്ടിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ. അപ്പൊ ഞാൻ ഇപ്പം ഒരു കാര്യം ചെയ്യാം. ആദ്യം അപ്പൂന്റെ പറഞ്ഞ ശേഷം അമ്മ ആൻസർ എഴുതുക, എന്നിട്ട് അമ്മ അപ്പൂന് കാണിച്ചു കൊടുക്കുക. അപ്പൊ അമ്മയ്ക്ക് പോയിന്റ് കിട്ടും. അല്ലെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ചെയ്യാം. 5 എണ്ണം ഉണ്ട്. അപ്പൊ ആദ്യം അപ്പൂന്റെ My favorite activity, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഞാൻ എഴുതുന്നുണ്ട്. ഇല്ല ഇല്ല, അടുത്ത് ഞാനാണ്. അത് കറക്റ്റ് ആണോ നോക്ക. അത് കറക്റ്റ് ആണോ? അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, രണ്ടുപേരുടെയും കയ്യിൽ ലാസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം ആൻസർ ഡ്രോയിങ് എന്നാണ്. ഓക്കെ, ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഡ്രോയിങ്. സോ ഫസ്റ്റ് ആൻസർ കറക്റ്റ്. അടുത്ത ഞാനാണ്. വിച്ച് ഇസ് മൈ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ. ഞാൻ 2 എണ്ണം എഴുതിയിട്ടുണ്ട്, 2 ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ അതോ മുമ്പത്തെ ആളാണോ? മുമ്പത്തെ ആളായിരുന്നു. അദ്ദേഹം ഇതിനകത്ത് ഒരാള് ഇതിന് മുമ്പത്തെ വർഷം വരെ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ആള് ഇപ്പൊ പോയി. MS ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ. രണ്ടുപേരും കറക്റ്റ്. 2 പേരും എഴുതിയിട്ടുണ്ട്. കാരണം അവര് സച്ചിൻ ടെണ്ടുൽക്കർ എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ സച്ചിനാണ് പരമായി. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ. അപ്പം ആൻസർ കറക്റ്റ്. അപ്പം അമ്മയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയേ. അപ്പൊ ഇതിന് ഒരു പോയിന്റ്. അപ്പം ഇത് രണ്ടും ശരിയായിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ രണ്ടും രക്ഷപ്പെട്ടു. അടുത്ത അപ്പു. My favorite plant ഓപ്ഷൻ ഉണ്ട്. My favorite plant ഓപ്ഷൻ ഉണ്ട്. ഇല മാത്രമുള്ള പ്ലാന്റ് അതോ പൂവൊക്കെ ചെയ്യുന്ന പ്ലാന്റ്? ഇല മാത്രമുള്ള. അപ്പൂന് ഇഷ്ടം നല്ല ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇഷ്ടം. നല്ല ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇഷ്ടം. ഇല മാത്രമല്ല ഫ്ലവറും കൂടെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇഷ്ടം. കാരണം അപ്പു ഇപ്പൊ വീട്ടിൽ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അയക്കാറുണ്ട്. അതിലെല്ലാം അപ്പു നല്ല നല്ല പൂക്കളുള്ളതാണ് നട്ടിരിക്കുന്നത്. അങ്ങനെ കുറെ വെറൈറ്റി ആയിട്ട് വേറെയും കുറെ ഉണ്ട്. 10 മണി 4 മണി മാത്രമല്ല, അല്ലാതെയും കുറെ ചെടികളൊക്കെ അവള് വെച്ചിട്ടുണ്ട്. അതെല്ലാം അവള് ഫ്ലവർ ഉള്ളതാണ് അവള് വെച്ചിരിക്കുന്നത്. നല്ല രസം. അടുത്ത ഞാനാണ്. അപ്പം 2 പോയിന്റ് അപ്പുൻ്റെ കിട്ടി. ഇനി അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ആപ്പ് ഐ യൂസ് മോസ്റ്റ് ഇൻ ഫോൺ? ഏത് ആപ്പാണ് ഞാൻ കൂടുതലും ഫോണിൽ ഉപയോഗിക്കുന്നത്? അത് സിമ്പിളാണ്. ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാം. പറയട്ടെ, അമ്മ എഴുതിയാൽ മതി കേട്ടോ. അത് കറക്റ്റാണ്. ഇൻസ്റ്റാഗ്രാം കറക്റ്റ്. കാരണം അതിൽ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴെല്ലാം ഇപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇപ്പോഴാണല്ലോ ഫോൺ കൊടുത്തു തുടങ്ങിയത്. അപ്പം മുതൽ അവൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. റീൽസ്, പിന്നെ അവരുടെ മറ്റേ BTSന്റെ കാണുക, മറ്റു പലരുടെയും വീഡിയോസ് കാണുന്നതെല്ലാം കൂടുതലും ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ആണ്. അപ്പൊ അമ്മയ്ക്ക് അതിനും പോയിന്റ് കിട്ടി. സോ എനിക്കും 2 പോയിന്റ്. ഓ, എനിക്ക് വയ്യ. അമ്മ മാസമായിട്ട് പോവാണ്. ഫേവറേറ്റ് ട്രീയോ? ഞാനോ ഞാൻ ഒന്നും പറയില്ല. ഫേവറേറ്റ് ട്രീ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ ട്രീകളൊക്കെയാണ് ഇഷ്ടം. ഐ തിങ്ക് മാംഗോ, പിന്നെ പ്ലാവ്. ബനിയൻ ട്രീ ഏറ്റവും. ഓക്കെ, സോറി, എനിക്കത് ഓർമ്മയില്ല. അപ്പൊ അതിന് 2 പോയിന്റ് അപ്പുവിന് കിട്ടും.
2 പോയിന്റ് അപ്പൂന്റെ കിട്ടി. കാരണം അപ്പൂന്റെ ട്രീ എനിക്കറിയത്തില്ലായിരുന്നു. അടുത്തെന്താണല്ലേ? വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ജോബ്? അമ്മയ്ക്കറിയാം. സിമ്പിൾ സിമ്പിൾ. അകജയുടെ ഡ്രീം തന്നെ ക്യാബിൻ ക്രൂ ആവുക എന്നുള്ളതാണ്. സോ എനിക്കറിയാം. അകജ കൂടുതലും കാണുന്നത് പോലും അതിനു വേണ്ടിയുള്ള വീഡിയോസ് ആണ്. അകജ ഏറ്റവും കൂടുതൽ കാണുന്നതും സെർച്ച് ചെയ്യുന്നതും എല്ലാം ക്യാബിൻ ക്രൂ. പിന്നെ അകജയുടെ ഒരു ഡ്രീം വേറെ ഒന്നുണ്ട്, ഒരു ഡാൻസർ. അത് അതിന്റെ സൈഡിൽ കൂടെ അകജയുടെ ഒരു ഡ്രീമാണ്. അകജയുടെ പാഷൻ വന്നിട്ട് ഡാൻസർ ആണ്. പക്ഷെ ജോബായിട്ട് അകജ ഉദ്ദേശിക്കുന്നത് ക്യാബിൻ ക്രൂ ആണ്. എനിക്ക് നന്നായിട്ടറിയാം. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കൂടുതലും കാണുന്നത് ക്യാബിൻ ക്രൂ ആവാനുള്ള വീഡിയോസ് ആണ് കാണുന്നത്. അവരുടെ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി ഒരു കാരണമുണ്ട്. ക്യാബിൻ ക്രൂ ആയി കൊറിയ പോയി ബീച്ചിനെ കാണണം. അത് പിന്നെ ക്യാബിൻ ക്രൂ ആകുമ്പോൾ വേൾഡ് എല്ലാം ഒന്ന് കാണാമല്ലോ. അതുകൊണ്ട് അകജയുടെ ഡ്രീമില് അതുകൊണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ക്യാബിൻ. അപ്പം അമ്മയ്ക്ക് അതിന് 3 പോയിന്റ് കിട്ടി. വെരി ഗുഡ് മമ്മി. അമ്മയ്ക്ക് എന്നാ അയ്യോ. മോളല്ലേ? അടുത്തത് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്. ഓ മൈ ഗോഡ്. മറ്റേ സാധനം കാരണം ഇവൾ ഇവിടെ വരുന്നത് മാഗി ആയിട്ടാണ്. അപ്പൊ എനിക്കൊരു ഫ്രൂട്ട് ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ആന്റി മാഗി വീട്ടിലുണ്ടോ? നൂഡിൽസ് ആണ് ഇവളുടെ ഫേവറേറ്റ്. അതില്ലെന്ന് പറഞ്ഞാൽ അവൾ അത് വാങ്ങിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇതിൽ അവർക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും എന്റെ കയ്യിൽ നിന്ന് പോകും മിക്കവാറും. ആപ്പിൾ. നേരത്തെ ട്രീ കട്ട് ചെയ്ത മാംഗോ. ഓ രണ്ടെണ്ണം പോയി. അപ്പൊ എന്റെ അമ്മ എന്തൊക്കെയാണ് ചെയ്യണത് എനിക്ക് പോയി. എന്റെ അമ്മയ്ക്ക് എന്നെ അറിയുള്ളൂ. അടുത്തത് ചോദിക്കട്ടെ, 4ാമത്തത്. ഓക്കെ, വിച്ച് ഇസ് മൈ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്? ഫേവറേറ്റ് എന്താ പറയാ ഇൻസ്ട്രുമെന്റ്? വീണ. തെറ്റിയോ? അല്ല, ഇടയ്ക്ക് കുറച്ച് നാൾ മുമ്പ് എന്നോട് വീണ പഠിക്കണം, എന്നെ വീണ പഠിക്കാൻ അയക്കുമോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓ ശരിയാ. ഈ ഇടയ്ക്കാണ് വീണയുടെ ഇത് എന്താണ് ഞാനിങ്ങനെ ചെറുതിലെ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ സമയത്ത് ചോദിക്കണുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ അല്ല ചെറുതിലെ മുതലേ പിയാനോ പറയുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കീബോർഡ് വാങ്ങി തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വിട്ടുപോയി. ഇപ്പൊ അവള് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ വീണയുടെ കാര്യം പറഞ്ഞ കാരണം അതാണ് എന്റെ മൈൻഡിൽ നിന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ വീണ ഇത് നിങ്ങൾക്ക് 2 പേർക്ക് ഒരുപോലെ ഒട്ടും ചിന്തിക്കേണ്ട പറഞ്ഞതേ ഉള്ളൂ. നൂഡിൽസ്. മാഗി. അത് മാഗി ആണ്. വെറുതെ മറ്റേ അല്ലാത്ത നൂഡിൽസ് ഒന്നും വേണ്ട. മാഗി നൂഡിൽസ്. അവള് മാഗിയുടെ പരസ്യം മാഗിയുടെ പരസ്യം. ഇനി എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നല്ല ഹാൻഡ് ഞാൻ എഴുതിയത് കാണിക്കത്തില്ല. വെട്ടും കുറെ കൊണ്ടുവരുന്നത്. ഓക്കെ, മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മൈ ഫേവറേറ്റ് ഫ്ലേവർ. ഐസ്ക്രീം ഫേവറേറ്റ് ഫ്ലേവർ ഓൺലി ചോക്ലേറ്റ്. ചോക്ലേറ്റ് അല്ലാതെ വേറെ ഒരു ഫ്ലേവറും. കേക്കിൽ മാത്രം ഇപ്പൊ കുറച്ച് റെഡ് വെൽവെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും ചോക്ലേറ്റ് ആയിരുന്നു പണ്ട് മുതലേ. വേറെ ഒരു ഐറ്റം കഴിക്കില്ല. ഇപ്പം മിഠായി എന്ത് മേടിച്ചു കൊടുത്താലും ഓൺലി ചോക്ലേറ്റ് ഫ്ലേവർ മാത്രം ഉള്ളതേ കഴിക്കത്തുള്ളൂ. അതിനകത്ത് വേറെ ഒരു വകയും വേറെ ഒന്നും ആഡ് ചെയ്തത് കഴിക്കത്തില്ല. നിങ്ങളെല്ലാവരും ഞെട്ടുന്നുണ്ട്. വെട്ടിയും കുറിച്ചു. അയ്യോ അതാണോ? ഇത് കണ്ടു ഗൈസ്, ഇത് നോക്കൂ. അപ്പൊ ഇതിൽ ആരാണ് ഭേദം? അപ്പം ഇതെന്റെ പണ്ടത്തെ ഏതോ നോക്കണം. അതാണ് ഈ പിക്ചർ ഒക്കെ വരുന്നത്. അപ്പം ഇതില് അമ്മ അപ്പൂന്റെ അപ്പൂന്റെ 2 എണ്ണം തെറ്റിപ്പോയി. അപ്പൂന്റെ ഫേവറേറ്റ് ഫ്രൂട്ടും ട്രീയും തെറ്റിപ്പോയി. അകജയുടേത് ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് അപ്പൂനെ അറിയാം. അപ്പൂന്റെ അങ്ങനെ നമുക്കിപ്പം ഫ്രൂട്ട് അധികം ഞാനിവിടെ വന്ന് അവളങ്ങനെ കഴിച്ച് അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും. അതുകൊണ്ടാണ് അറിയാൻ പറ്റാതെ പോയത്. ട്രീ അത് ഞാൻ ഇതുവരെ അവളുമായിട്ടൊരു സംസാരിച്ച ടോപ്പിക്കിലൊന്നും അതൊരെണ്ണം വന്നിട്ടില്ല. അതാണ് ഞങ്ങളിവിടെ കൂടുതൽ സംസാരിക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുന്ന എന്തുവാണ് കൂടുതലും ഫിലിമിനെ പറ്റിയും അല്ലേ, ഫുഡ്, സിനിമ, അതൊക്കെയാണ്. വലുതായിട്ട് എന്താവണം, ഡ്രീം എന്തൊക്കെയാണ്, അതൊക്കെയായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഡാൻസ് ക്ലാസ്. അതെ, ഇതൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ ഇതിലൊരിക്കലും നമ്മുടെ ആ ട്രീയെ പറ്റിയൊരു ഇത് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതാണ് കിട്ടിയത്. നല്ല രസമല്ലേ, നല്ല പച്ച. അപ്പൊ അത്രയും നിങ്ങൾ ഇത്രയും ചോദിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് നിങ്ങൾ ഞാൻ എഴുതാം. എനിക്കറിയാം.
ഇത്രയും ഇവർ എൻ്റെ അടുത്ത് ചോദിച്ചല്ലേ. അപ്പം എൻ്റെ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഇവർക്ക് അറിയാമെന്നറിയാം. എനിക്കറിയാം. വേറെ നിസ്സാരമായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. ഞാൻ ഏതൊക്കെ അമ്മ ചതിക്കല്ലേ. അപ്പൊ ലാസ്റ്റ് അവൻ കറക്റ്റ് എഴുതിട്ട് പറയും എന്നോട് അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ബിരിയാണി. രണ്ടുപേരും കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന ഫ്ലേവർ ഒന്നുമില്ല. ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ് ഇവർക്കും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയുമ്പോൾ ചിക്കൻ മേടിച്ചാൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിലും ബിരിയാണിയാണ് ഇവർക്ക് ഇഷ്ടം. എനിക്ക് അവൻ്റെ ഫേവറേറ്റ് ആണ്. അത് കറക്റ്റാണ്. രണ്ടുപേർക്കും അത് നന്നായിട്ട് അറിയാം. ഫുഡിൻ്റെ ഐറ്റംസ് നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുന്നുണ്ട്. തെറ്റില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്നെ അറിയാമെന്നുള്ളത് ഓക്കെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു പുതിയ കിടുക്കൻ ചാലഞ്ചോ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ലാഗ് അടിച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 11 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തായാലും അവരുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവരും ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതെടുത്ത് കാണുക. അതെ, 2 കുട്ടികളുടെ ആഗ്രഹമായിട്ട് തുടങ്ങിയ ഒരു ചാനലായി കണ്ട് നിങ്ങൾ എല്ലാവരും അവരെ സപ്പോർട്ട് നമ്മൾ ചെയ്യുക. രണ്ടുപേരുടെയും കുട്ടികളുടെ മാത്രമല്ല ആഗ്രഹം. അമ്മയ്ക്കായിരുന്നു ഇങ്ങനത്തെ ഒരു ആദ്യത്തെ ആഗ്രഹം. അമ്മയ്ക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇവരെ കൊണ്ടത് തോന്നിപ്പിച്ചു. അപ്പം ഇതിലിപ്പോ അപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇപ്പൊ ഞാനും അമ്മയും കൂടി മാത്രമാണെങ്കിൽ നമുക്ക് എല്ലാം കുറെ ചാലഞ്ചസ് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ 3 പേരും ഇവിടെ ഒരിടത്ത് തന്നെ ഉണ്ടാവും. അത് കാരണം കാരണം സ്കൂൾ ഇങ്ങനെ ഇപ്പൊ ഇല്ലാത്ത കാരണമാണ് അത് പറ്റുന്നത്. അതുകൊണ്ട് അപ്പു ഇവിടെ തന്നെ മിക്കവാറും എപ്പോഴും കാണും. അപ്പൊ അതുകൊണ്ട് ആണ് ഞങ്ങൾ 3 പേർക്കും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരെണ്ണം തുടങ്ങാം എന്ന ചിന്തയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ചാനലിന്റെ നെയിം ആദ്യം പറഞ്ഞത് അപ്പു അപ്പു സജസ്റ്റഡ് ബൈ മൈ മം ശ്രീലൈഫ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. പിന്നെ 12 എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ ബൈ, സീ യു, സ്റ്റേ ട്യൂൺഡ്.